പ്രശ്നം കേട്ടോ, ഈ പശ്ചിമേഷ്യയിലെ യുദ്ധം, ആ യുദ്ധത്തിൽ യുദ്ധമെന്ന് പറഞ്ഞാൽ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ആ സംഘർഷമുണ്ടല്ലോ, അതിൽ നമ്മൾ അറിയാത്ത ഒരുപാട് വശങ്ങളുണ്ട്. പക്ഷേ അത് നമ്മൾ പറയുമ്പോൾ നമ്മളെ പ്രേക്ഷകർക്ക് ചിലപ്പോൾ സുഖിക്കണമെന്നില്ല. അവർ ഇസ്രായേൽ എന്ന് പറയുന്ന ദൈവരാജ്യം എല്ലാം കീഴടക്കി മുന്നോട്ട് പോകണം, വിശാല ഇസ്രായേലാകണം. കാരണം ഇതിന് മതപരമായിട്ടുള്ള കുറച്ച് സിഗ്നിഫിക്കൻസ് കൂടെ ഉണ്ടല്ലോ ഇസ്രായേലിന്. ഇസ്രായേൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിന് പോലും മതപരമായിട്ടുള്ള പല സിഗ്നിഫിക്കൻസും ഉണ്ട്. ബൈബിളിലടക്കം ഇസ്രായേലിൻ്റെ പല റെഫറൻസുകളുമുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, ദൈവരാജ്യമാണ്, ദൈവം അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ രാജ്യമാണ് ഇസ്രായേൽ എന്നുള്ളത്. ആ രാജ്യം രൂപീകൃതമായപ്പോൾ തന്നെ ബൈബിളിനകത്ത് ഇതൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് എന്നുള്ള രീതിയിൽ വലിയ ടോക്കൊക്കെ വന്ന ഒരു സംഭവമാണ്. അപ്പോൾ ആ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പിന്നിൽ അമേരിക്കയാണ്. അറിയാം, അമേരിക്ക ഇസ്രായേലിന് പശ്ചിമേഷ്യയിൽ മുൻനിർത്തി കളിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഞാൻ മനസ്സിലാക്കുന്നത്, അമേരിക്കയുടെ എക്കണോമി, പെട്രോ ഡോളർ എക്കണോമി, ഇത് വലിയ തകർച്ചയിലോട്ട് പോകാൻ പോവുകയാണ്. അപ്പോൾ അവർക്ക് അതിനെ ഒന്ന് പിടിച്ചു നിർത്തണം. നമുക്കെപ്പോഴും അറിയാം, അമേരിക്ക എന്ന് പറയുന്ന രാജ്യം എന്ന് പറഞ്ഞാൽ യുദ്ധത്തിലൂടെ ഉണ്ടായി വന്നൊരു രാജ്യമാണ്, വികസിച്ച. രണ്ടാം ലോക മഹായുദ്ധത്തിലാണ് അമേരിക്ക അങ്ങോട്ടും ഇങ്ങോട്ടും ആയുധ കച്ചവടം നടത്തി. ഈ മുട്ടനാടുകളെ തമ്മിലിടിപ്പിച്ച് ചോര കുടിക്കുക എന്ന് കേട്ടിട്ടില്ല. ആയുധ കച്ചവടം നടത്തി അമേരിക്ക ജീവിച്ചു പോകുന്നത്. അമേരിക്കയ്ക്ക് ആയുധ കച്ചവടം നടത്തണമെങ്കിൽ എന്താ വേണ്ടത്? യുദ്ധം വേണം സ്വാഭാവികമായിട്ടും. ഇവിടെ നമ്മൾ പണ്ട് പറയുമല്ലോ, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ആശയമുണ്ടല്ലോ, എന്ന് പറഞ്ഞാൽ പണക്കാരനിൽ നിന്ന് പാവപ്പെട്ടവനിലേക്ക്. അപ്പോൾ ഈ ആശയം എന്നും നിലനിൽക്കണമെങ്കിൽ ഇവിടെ പാവപ്പെട്ടവൻ ആത്യന്തികമായിട്ട് ഉണ്ടായിക്കൊണ്ടേ ഇരിക്കണം എന്ന് പറയുന്നത് പോലെ അമേരിക്കയ്ക്ക് എപ്പോഴും യുദ്ധം ഉണ്ടായിക്കൊണ്ടേ ഇരിക്കണം എന്നുള്ളതൊരു വസ്തുതയാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇസ്രായേലിൽ പക്ഷേ ഒരു കോസ് ഉണ്ട് ഇസ്രായേലിന് ഇത് ചെയ്യാനായിട്ട്. പക്ഷേ അതിൻ്റെ പിന്നിൽ നിന്ന് അതിനെ മുതലെടുക്കുന്ന രാജ്യമാണ് അമേരിക്ക എന്നുള്ള രീതിയിലാണ് ഞാൻ സംസാരിച്ചത്. രണ്ടാമത്തെ കാര്യം, അമേരിക്കയ്ക്ക് ഈ യുദ്ധം പെട്രോ ഡോളർ എക്കണോമി മാത്രമല്ല, ഇപ്പോൾ അമേരിക്കയിൽ ഇലക്ഷൻ വരുന്നുണ്ട്. ആ ഇലക്ഷനിൽ അമേരിക്കയ്ക്ക് ഈ പശ്ചിമേഷ്യയിൽ ഞങ്ങൾ നടത്തിയ ഇടപെടലുകൾ പറഞ്ഞ് അമേരിക്ക വലിയ രീതിയിൽ അവിടെ ജോ ബൈഡനും കമലാ ഹാരിസും അടക്കം കയ്യടി നേടുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം, ട്രംപ് എന്ന് പറയുന്ന വ്യക്തി എന്ന് പറയുന്നത് ഒരു സമാധാനകാംക്ഷിയാണ്. ട്രംപിനെ വലിയ രീതിയിൽ അവർ ബൂസ്റ്റ് ചെയ്ത് കാണിക്കും, ഉയർത്തി കാണിക്കുമെങ്കിലും ഇവിടെയുള്ള സുഡാപ്പികളാണ് ഏറ്റവും കൂടുതൽ ട്രംപിനെ എതിർത്തത്. പക്ഷേ ആ ട്രംപ് ഉണ്ടായിരുന്ന സമയത്ത് പശ്ചിമേഷ്യ സമാധാനം ഉണ്ടായിരുന്നു. അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ വന്നില്ല. ഇസ്രായേലും ഇറാനും തമ്മിൽ യുദ്ധമില്ലായിരുന്നു. ഹമാസ് വെച്ച് റോക്കറ്റ് പോലും അങ്ങോട്ടേക്ക് അയച്ചിട്ട് ഇസ്രായേൽ വലിയ രീതിയിൽ തിരിച്ചടിച്ചിട്ടില്ല. അതെല്ലാം അമേരിക്ക പറഞ്ഞ് സോൾവ് ആക്കുമായിരുന്നു. അതെല്ലാം നമുക്കറിയാം. എന്തിനു പറയുന്നു, ഇസ്രായേലും ബഹ്റൈനും സൗദിയും തമ്മിൽ ചരിത്രത്തിലില്ലാത്ത രീതിയിൽ ഒരു ഉഭയകക്ഷി ബന്ധമുണ്ടാക്കാൻ പോലും ട്രംപ് ശ്രമിച്ചു. അന്ന് ഇവിടെയുള്ള മാധ്യമങ്ങളുടെ എല്ലാം തലക്കെട്ടെന്ന് പറയുന്നത് പശ്ചിമേഷ്യയിൽ സമാധാനം വന്നു എന്നുള്ളതാണ്. പക്ഷേ ആ ട്രംപ് പോലും ഇപ്പോൾ ഈ ഇലക്ഷൻ്റെ പശ്ചാത്തലത്തിൽ നിർബന്ധിതനായിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ മൈൻഡ് സെറ്റ് അറിയാമല്ലോ. ജനങ്ങൾക്ക് എപ്പോഴും ഈ യുദ്ധം എന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ എന്താണ്, നീ അവിടെയിൽ നടിയട, ഇവൻ ഇവിടെയിൽ നടിയട എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ്, സ്വന്തമായിട്ട് അനുഭവിക്കാത്തത് പോലെ. അതേസമയം സ്വന്തമായിട്ടൊരു യുദ്ധത്തിൻ്റെ ഒരു കെടുതികൾ അനുഭവിക്കുന്ന ഒരു ജനതയ്ക്ക് ഒരിക്കലും യുദ്ധം എന്താണെന്ന് കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ട് അവർ ഒരിക്കലും അടിയടാ പിടിയടാന്ന് പറയില്ല. നമുക്ക് AC മുറിക്കകത്തിൽ എന്ത് വേണോ പറയാം, നീ അടി എന്നൊക്കെ പറയാം. പക്ഷേ അതുപോലെ ഇപ്പോൾ ജോ ബൈഡൻ എന്ന് പറയുന്ന വ്യക്തി ഇത് പറഞ്ഞ് ഒരുപാട് കയ്യടി ഇവിടെ നേടുന്നുണ്ട്, കമലാ ഹാരിസിനെ മുന്നിൽ നിർത്തിക്കൊണ്ട്. അപ്പോൾ ട്രംപ് നിർബന്ധിതനായിരിക്കുകയാണ്. ട്രംപ് പറഞ്ഞിരിക്കുകയാണ്, ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ഇസ്രായേൽ ആക്രമിക്കണം എന്ന് ട്രംപ് പറഞ്ഞിരിക്കുകയാണ്. അത് വല്ലാത്തൊരു, സത്യം പറഞ്ഞാൽ എനിക്ക് ഞെട്ടലുളവാക്കുന്ന ഒരു പ്രസ്താവനയാണ്. ട്രംപ് അങ്ങനെ പറയില്ല ഒരിക്കലും. ട്രംപ് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ ആണ്, അത് ഓക്കെ ഫൈൻ. പക്ഷേ ട്രംപ് ഇങ്ങനെ പറയാനുള്ളൊരു കാരണം ട്രംപ് നിർബന്ധിതനായതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് പ്രശാന്ത് ഏട്ടൻ്റെ ഒരു അഭിപ്രായം? അത്തരത്തിലൊരു പ്രസ്താവന വരാൻ കാരണം ആ പ്രസ്താവനയ്ക്ക് വലിയ വില അമേരിക്ക കൊടുക്കുന്നുണ്ട്. അതെ, കറക്റ്റാണ്. അതെ, കറക്റ്റാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റിലെ യുദ്ധം അമേരിക്കയിൽ കൃത്യമായിട്ട് ചർച്ച ചെയ്ത് തുടങ്ങി. ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. അവിടെയുള്ള ജനങ്ങൾ ചർച്ച ചെയ്തു. ജനങ്ങളുടെ പൾസ് അനുസരിച്ചാണ് ഇപ്പോൾ ട്രംപ് സംസാരിച്ചത്. കറക്റ്റാണ്. ഇതിനകത്ത് ധനുഷ് പറഞ്ഞ രണ്ട് കാര്യം ഓക്കെ, അത് അമേരിക്കയുടെ പഴയ ഒരു സ്റ്റൈല് തന്നെ. പക്ഷേ ഇപ്പോൾ അമേരിക്കയുടെ കയ്യിൽ ആ സാധനം നിൽക്കുന്നില്ല. പശ്ചിമേഷ്യയിലെ യുദ്ധം ഇന്ന് അമേരിക്ക നിർത്തണമെന്ന് വിചാരിച്ചപ്പോൾ ഇസ്രായേൽ കേൾക്കത്തില്ല. ആദ്യമായിട്ട് നിങ്ങൾ കണ്ടല്ലോ, ഹമാസ് കൈവിട്ട് പോയി. കാരണം അത് അമേരിക്ക ഇതുവരെ കളിച്ച കളി ഇനി വേണ്ട, ഞങ്ങളുടെ നിലനിൽപ്പിൻ്റെ വിഷയം എന്നുള്ള രീതിയിൽ ഇസ്രായേൽ ഏറ്റെടുത്തിരിക്കുകയാണ്. പെട്രോളിൻ്റെ കാര്യമായാലും മറ്റ് കാര്യമായാലും. മാത്രമല്ല, രണ്ടാമത് ലോകത്തുടനീളം ഇപ്പം വലിയൊരു പ്രശ്നത്തിലേക്കാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ട്രംപ് അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ധനുഷ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വലതുപക്ഷ വ്യതിയാനം. അതായത് ലോകത്തുടനീളം ഈ പ്രോക്സി ഗ്രൂപ്പുകൾ, അതായത് ഇസ്ലാമിസ്റ്റുകളുടെ ശല്യം കൊണ്ട് സമാധാനത്തെ ജീവിച്ചിരുന്ന യൂറോപ്യൻ കൺട്രീസ് എല്ലാം പ്രശ്നത്തിലേക്കാണ്. ഫ്രാൻസ്, ബ്രിട്ടൻ, മറ്റു രാജ്യങ്ങളിലും. അപ്പോൾ ഇത് ഈ നാറ്റോ രാജ്യങ്ങളും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും സായിപ്പന്മാരുടെ അറിയാവില്ല, അവർക്ക് സമാധാനവും ബാക്കിയുള്ളവൻ്റെ സമാധാനം കെടുത്തും, അവർ സമാധാനത്തെ ജീവിക്കും. ഇപ്പോൾ അതങ്ങ് നേരെ തിരിഞ്ഞു. അല്ല, ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ
ഈ പശ്ചിമേഷ്യയിൽ ഉണ്ടാകുന്ന ഈ പ്രശ്നം കാരണമല്ലേ യഥാർത്ഥത്തിൽ യൂറോപ്പ് പോലും സമാധാനമില്ലാതെ ഇപ്പൊ കിടന്ന് ദുഃഖിക്കുന്നത്? കാരണം ഈ പശ്ചിമേഷ്യയിൽ അവർ ഈ യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ ഇവിടെ ഉള്ള അഭയാർത്ഥികളൊക്കെ ആണല്ലോ യൂറോപ്പിലേക്ക് കുടിയേറുന്നത്. ഇപ്പൊ ഞാൻ പറയാം, ഇപ്പൊ ഈ യുദ്ധം നടക്കുന്നു, ഇറാഖ്, അവിടെ പശ്ചിമേഷ്യയിലുള്ള മറ്റ് രാജ്യങ്ങൾ, അവിടെയുള്ള ജനങ്ങളെല്ലാം യുദ്ധഭീതിയിലാണ്. അവരെല്ലാം കൂടെ യൂറോപ്പിലേക്ക് മാസമായിട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ തീരുമാനിച്ചത്. ആ മൈഗ്രേറ്റ് ചെയ്യുന്നത് യൂറോപ്പ് അനുശാസിക്കുന്ന രീതിയിലുമല്ല, ഇല്ലീഗൽ ഇമിഗ്രൻസ് ആയിട്ട് കയറി ചെല്ലുകയാണ് അവർ. ഇത് ഈ നേരത്തെ നടന്ന മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഇവർ സ്വീകരിച്ചിട്ടുണ്ട് ഒരു പരിധി. പിന്നെ മാത്രമല്ല പശ്ചിമേഷ്യയിൽ ഇതും കൊണ്ടല്ലല്ലോ ഈ രാജ്യങ്ങളിലൊന്നും മൈഗ്രേഷൻ സംഭവിച്ച് ഇപ്പോഴത്തെ അവസ്ഥയിലെത്തിയിരിക്കുന്നു. ഇന്നിപ്പോൾ ചെല്ലുന്നത് നാളെ തുടങ്ങത്തില്ലല്ലോ, ഒരു 10-20 കൊല്ലം അല്ലെങ്കിൽ 15 കൊല്ലം ഒരു തയ്യാറെടുപ്പിൽ അങ്ങനെ വേണ്ട, പെട്ടെന്ന് തുടങ്ങും. എന്നാലും ഇപ്പോഴത്തെ ഈ യുദ്ധം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ഈ ഇറാനെതിരെ യുദ്ധം അല്ലെങ്കിൽ അറിയാമല്ലോ, ഇസ്രായേൽ ആദ്യമേ ഹമാസുമായിട്ട് യുദ്ധം ചെയ്യുന്നു. ഹമാസിനെ ഒതുക്കി ഈ ഹമാസായിട്ട് യുദ്ധം ചെയ്യുമ്പോൾ ഹിസ്ബുള്ളെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഹിസ്ബുള്ളെ കൈകാര്യം ചെയ്യുന്നത്. ഹിസ്ബുള്ള കഴിഞ്ഞിട്ട് ഹിസ്ബുള്ളെ കൈകാര്യം ചെയ്യാൻ വേണ്ടി ലെബനിൽ കയറിയിരിക്കുന്നു. ലെബനിൽ അവർക്ക് അവരുടെ ആൾക്കാരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടി ലെബനൻ പിടിച്ചെടുക്കുന്നു. ഇറാന് ഇവരെ എല്ലാം ഈ പ്രോക്സി ഗ്രൂപ്പുകളുടെ ലോകത്ത് ഇറാനാണല്ലോ എന്ന് വെച്ചാൽ ഷിയ ഗ്രൂപ്പ്. ഈ ഷിയ ഗ്രൂപ്പിനെ അമേരിക്ക, ഒബാമ ഉൾപ്പെടെയുള്ളവർ ഒരു കാലത്ത് പ്രൊമോട്ട് ചെയ്തിരുന്നു. അതായത് ഡെമോക്രാറ്റ്സിന്, ഞാൻ നേരത്തെ എപ്പോഴും പറയാറുള്ളത് പോലെ ഡെമോക്രാറ്റ്സിന് എപ്പോഴും ഇവരുമായിട്ട് ബന്ധമുണ്ട്, ഇപ്പോഴും ബന്ധമുണ്ട്. ഇപ്പം നിവൃത്തികേട് കൊണ്ടാണ് കമലാ ഹാരിസിനും ബൈഡനും പൂർണ്ണമായിട്ട് യുദ്ധത്തെ പിന്തുണയ്ക്കേണ്ടി വന്നു. ട്രംപ് ഇടപെട്ടുകൊണ്ട് 2%, 2.5% അല്ലെങ്കിൽ മുന്നിൽ നിന്നിരുന്ന കമലാ ഹാരിസ് പുറയിൽ പോയെന്നാണ് ഇപ്പോൾ അറിവ് കിട്ടുന്നത്. ഒരു പക്ഷേ ഇവരുടെ തമ്മിലുള്ള മത്സരം കടുത്തതായിട്ടുണ്ട്. അതായത് ഇസ്രായേലിൻ്റെ കാര്യത്തിൽ ട്രംപ് നേരത്തെ, അല്ലെങ്കിൽ ഈ മാതിരി കാര്യത്തിൽ ട്രംപ് നേരത്തെ എടുത്ത നിലപാടും ഡെമോക്രാറ്റ്സ് നേരത്തെ എടുത്ത നിലപാടും ഇപ്പോൾ അമേരിക്ക ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ലോകം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്, യൂറോപ്യൻ കൺട്രീസ്, നാറ്റോ രാജ്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ രീതിയിൽ വരുമ്പോൾ അവിടെ അറിയാലോ ഡിബേറ്റുകളെ അല്ലെങ്കിൽ സംവാദങ്ങളെ, പ്രസംഗങ്ങളെ, മെറിറ്റ് അടി മറ്റും വളരെ കൃത്യമായിട്ട് ഈ ഇലക്ഷൻ്റെ ആൾക്കാരുടെ അഭിപ്രായങ്ങൾ അനുസരിച്ചാണല്ലോ. ഒരു ദിവസമല്ല ഇലക്ഷൻ, ദീർഘദൂരമായിട്ടാണല്ലോ ഇലക്ഷൻ ഇപ്പോൾ നമുക്ക്. അപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുക. അപ്പം ഈ പ്രോക്സി ഗ്രൂപ്പുകളെ അല്ലെങ്കിൽ ഇറാൻ വളർത്തിയെടുത്ത് ഹിസ്ബുള്ളയെ വളർത്തിയെടുക്കുന്ന സമയത്ത് സൗദി ഉൾപ്പെടെ പറഞ്ഞ, UAE ഉൾപ്പെടെ പറഞ്ഞ, അല്ലെങ്കിൽ മറ്റ് ചില രാജ്യങ്ങൾ പറഞ്ഞ ഞങ്ങൾക്ക് ദോഷമായിട്ട് വരും. ഇസ്രായേൽ പറഞ്ഞത് അമേരിക്ക എടുത്ത് അന്ന് ഒബാമ ഉൾപ്പെടെയുള്ള ഡെമോക്രാറ്റ്സ് അല്ലെങ്കിൽ ഇപ്പോൾ ഈ ബൈഡൻ ഉൾപ്പെടെയുള്ളവർ അതിന് പിന്തുണ കൊടുത്തു. എന്തിനാണെന്നറിയാമോ? ഈ ഇത് ഷിയ ആണല്ലോ, സുന്നി രാജ്യങ്ങളെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി. മനസ്സിലായല്ലോ. അപ്പോൾ അമേരിക്കയുടെ മനസ്സിൽ അതായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു താല്പര്യത്തിന് വേണ്ടി ആയിരുന്നു പറയുന്നത്. പക്ഷേ ആ രീതിയിലുള്ള ഇവരുടെ സാങ്ഷൻസ് ഉൾപ്പെടെ മാറ്റിക്കൊടുത്ത് ഒബാമ ഒരു കാലത്ത്, ഇപ്പോൾ വീണ്ടും സാങ്ഷനായി. അത് അമേരിക്കയിൽ ചർച്ചയായിട്ടുണ്ട്. അതായത് ഈ ലോകത്തെ നശിപ്പിക്കാൻ നിൽക്കുന്ന ഹിസ്ബുള്ള പോലെയും അല്ലെങ്കിൽ ഹൂതി പോലെയും അല്ലെങ്കിൽ ഈ ഹമാസ് പോലെയും മറ്റ് IS പോലെയുള്ളതിനെ എല്ലാം പ്രൊമോട്ട് ചെയ്യുന്നതിന് ഡെമോക്രാറ്റ്സ് സഹായം നേരത്തെ ചെയ്തു കൊടുത്തിരുന്നു. സഖ്യരാജ്യങ്ങളുടെ താല്പര്യങ്ങൾ പോലും പരിഗണിച്ചിട്ടില്ല, ഇസ്രായേലിൻ്റെ താല്പര്യം പോലും പരിഗണിച്ചു. ഇതാണ് അമേരിക്കയിൽ ഇപ്പോൾ ചർച്ച. മനസ്സിലായി. അതുകൊണ്ട് തന്നെ ധനുഷ് പറഞ്ഞ ഒരു കാര്യത്തിനകത്ത് ഇപ്പോൾ അമേരിക്കയുടെ കൈ നിൽക്കുന്നില്ല, അല്ലെങ്കിൽ ബൈഡൻ ഉൾപ്പെടെ നിന്നു കൊടുക്കും. ഇപ്പം തന്നെ ബൈഡൻ പറഞ്ഞില്ലേ, ഇപ്പം ഇദ്ദേഹം പറഞ്ഞേക്കുന്ന പ്രസ്താവന ആണവ നിലയങ്ങൾ അടിച്ച് കയറണമെന്നാണ് ബൈഡൻ. അത് പറയാൻ തീർത്ഥം പറയാൻ കാര്യമെന്ന് ബൈഡൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, അവിടെ അടിക്കരുത്, അവിടെ അടിച്ചാൽ ഞങ്ങളുടെ പിന്തുണയില്ലെന്ന്. അപ്പം അതല്ല, തീർത്തടിച്ചേക്കാം, ഇവനെ ഭൂലോകത്ത് വെച്ചേക്കണ്ട, ഇങ്ങനെ പറഞ്ഞു. നമ്മുടെ മലയാള ഭാഷയെ പറഞ്ഞ് ഇവനെ ഭൂലോകത്ത് വെച്ചേക്കണ്ട ഇറാനെ. അപ്പോൾ ഇതിന് ബാക്കിയുള്ള ലോകങ്ങളെല്ലാം ഇത് ഒറ്റ രാജ്യമേ ഉള്ളൂ. ഈ ഷിയ എന്ന് പറയുന്ന അവരുടെ നിയന്ത്രണത്തിലുള്ള ഒരു രാജ്യം ലോകത്തുള്ള മുസ്ലിങ്ങളെ മൊത്തം കീഴ്പ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ തീവ്രവാദ ശക്തികളെ പ്രൊമോട്ട് ചെയ്യുന്നത്. അതിന് ഡെമോക്രാറ്റ്സിൻ്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു, പണ്ട് ഒബാമയുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു, ഇപ്പം ബൈഡൻ്റെ സപ്പോർട്ട് ഒരു പരിധിവരെ ഉണ്ട്, അല്ലെങ്കിൽ കമലാ ഹാരിസിൻ്റെയൊക്കെ സപ്പോർട്ട് നാളെ കാലത്ത് ഇവർക്ക് ഉണ്ടാവും എന്നുള്ള രീതിയിലുള്ള പ്രചരണമാണ്. അത് പരിധിവരെ പല കാര്യങ്ങളും പരിശോധിക്കുമ്പോൾ ശരിയാണ്. സിറിയ ഉൾപ്പെടെ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾ, ഈ സഖ്യരാജ്യങ്ങളെന്ന് പറയുന്ന സുന്നി രാജ്യങ്ങളെയൊക്കെ പലവട്ടം അമേരിക്ക എടുത്ത് പറഞ്ഞതാണ്. അവരെ അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന് അറിയാമല്ലോ ഇത് പ്രൊമോട്ട് ചെയ്ത് വരുന്നു. ഇസ്രായേലും പറഞ്ഞാണ്. അപ്പോൾ അന്ന് ഒരു യുദ്ധത്തിൻ്റെ സമയമല്ലാത്തതുകൊണ്ട് കയറി ഡയറക്റ്റ് അടിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ അവരുണ്ടാക്കിക്കൊടുത്ത കഴിഞ്ഞ ഒക്ടോബർ 7 അവരുണ്ടാക്കിക്കൊടുത്ത സാഹചര്യത്തിൽ നിന്ന് ഇസ്രായേൽ അടിച്ചുകൊണ്ടിരിക്കുക. ഇസ്രായേൽ അതുകൊണ്ടാണല്ലോ പലവട്ടം പറഞ്ഞല്ലോ, ലോകകോടതി പറഞ്ഞു, ഐക്യരാഷ്ട്രസഭ പറഞ്ഞു, ആര് പറഞ്ഞാലും ഇസ്രായേൽ കേൾക്കാത്തത്. ഈ ഏറ്റവും അവസാനം ഇപ്പം അവർക്ക് ഇഷ്ടമുള്ള രീതിയിലല്ലേ പോകുന്നത്. അതിൻ്റെ വല്ലാത്തൊരു പിന്തുണ ഇസ്രായേലിന് ഉണ്ട്. അമേരിക്കയ്ക്ക് ആ ലോകത്തിൻ്റെ പിന്തുണയോടെ കൂടി പോയേ ഒക്കത്തുള്ളൂ. മാത്രമല്ല അമേരിക്കയിലെ ജനതയുടെ പിന്തുണ ഇസ്രായേലിൻ്റെ കൂടെ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ഇപ്പം ചെയ്യുന്ന പ്രവൃത്തിയുടെ കൂടെ. ഇപ്പം ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ലോകത്തിന് മൊത്തവും അല്ലെങ്കിൽ അറേബ്യൻ രാജ്യങ്ങൾക്ക് മൊത്തവും അല്ലെങ്കിൽ ഈ
യൂറോപ്യൻ കൺട്രീസിന് മൊത്തവും ഭീഷണി ആയിക്കൊണ്ടിരിക്കുന്ന ഇതുപോലെയുള്ള തീവ്ര ഗ്രൂപ്പുകൾ, ടെററിസ്റ്റ് ഗ്രൂപ്പുകൾ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഈ യുദ്ധത്തിനകത്ത് ഇദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ഇസ്രായേൽ കൈകാര്യം ചെയ്തിട്ടുള്ള ആരാ? ഒന്ന് നസറുള്ള എത്ര പേരെ കൊന്നിട്ടുണ്ട്? ലക്ഷക്കണക്കിന് ആൾക്കാരെ കൊന്നിട്ടുണ്ട്. ബാക്കി അതിനു മുമ്പ് ഈ ഇസ്രായേൽ കൊന്ന ഒരു ഹമാസിന്റെ ഒരു സൈന്യത്തലവനുണ്ടല്ലോ, ഇസ്മായിൽ ഹനി. അയാൾ അമേരിക്കയിൽ എത്ര പേരെ കൊന്നിട്ടുണ്ട്? എന്തെല്ലാം നടത്തുന്നുണ്ട്? ഇതെല്ലാം ഇസ്രായേൽ വിചാരിച്ചിട്ടിപ്പല്ലേ നടന്നത്. അപ്പോൾ ലോകം നോക്കുമ്പോൾ അമേരിക്ക ഉണ്ട്, അമേരിക്ക വലിയ ശക്തിയാണ്, വലിയ ന്യായമൊക്കെ പറയുന്നുണ്ട്, അവിടെ ഇവിടെ എല്ലാം എയർബേസ് ഉണ്ട്, മറ്റുകൊണ്ട് മറിച്ചുണ്ട്. പക്ഷേ തലയ്ക്ക് വിലയിടുന്ന, അല്ലെങ്കിൽ ലോകം കരുതിയിരിക്കുന്ന, ലോകത്തിന് ഭീഷണിയായിട്ടുള്ള തീവ്ര ഗ്രൂപ്പുകളെയും തീവ്രവാദികളെയും കൊന്നൊടുക്കുന്നതിന് ഇസ്രായേലിൻ്റെ യുദ്ധം വേണ്ടി വന്നു, അല്ലെങ്കിൽ ഇസ്രായേലിന് മാത്രമേ അത് കഴിയുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇസ്രായേൽ ഇന്ന് പിന്തുണ ജനങ്ങളുടെ ഉണ്ടാകുന്നത്, ലോകം മൊത്തം ഉണ്ടാകുന്നത്. ആ പിന്തുണ കണ്ടില്ലെന്ന് നടിച്ച് നിൽക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ബൈഡനും കമലാ ഹാരിസും ഏറ്റവും അവസാനം രണ്ടും കൽപ്പിച്ച് നിൽക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത്. അത് അപ്പം നമ്മളീ പറഞ്ഞു വന്നത്, ഈ അമേരിക്കൻ ഇലക്ഷൻ പോലും മിഡിൽ ഈസ്റ്റ് യുദ്ധത്തെ ബാധിക്കും. റഷ്യ ഉക്രൈൻ വാറിനെക്കാട്ടിൽ ബാധിക്കാൻ പോകുന്ന ഈ ഒരു വിഷയമാണ്. അതിന് കാരണവും ഇതാണ്. ഓക്കെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.